ശാന്തി. 30-10-25. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളിപ്പോൾ വളരെ വളരെ സാധാരണമായിരിക്കണം. ഫാഷനബിളും വില കൂടിയതുമായ വസ്ത്രം ധരിക്കുന്നതിലൂടെയും ദേഹാഭിമാനം വരുന്നു. ചോദ്യം: ഭാഗ്യത്തിൽ ഉയർന്ന പദവി ഇല്ലെങ്കിൽ ഏതു കാര്യത്തിൽ കുട്ടികൾ അലസത കാണിക്കുന്നു? ഉത്തരം: ബാബു പറയുന്നു, കുട്ടികളെ, തൻ്റെ പുരോഗതിക്ക് വേണ്ടി ചാർട്ട് വയ്ക്കൂ. ഓർമ്മയുടെ ചാർട്ട് വയ്ക്കുന്നതിൽ വളരെയധികം നേട്ടമുണ്ട്. നോട്ട്ബുക്ക് സദാ കയ്യിൽ വേണം. പരിശോധിക്കൂ, എത്ര സമയം ബാബയെ ഓർമ്മിച്ചു? നമ്മുടെ രജിസ്റ്റർ എങ്ങനെയുണ്ട്? ദൈവിക ക്യാരക്ടർ ഉണ്ടോ? കർമ്മം ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മ നിലനിൽക്കുന്നുണ്ടോ? ഓർമ്മയിലൂടെ തന്നെയാണ് തുരുമ്പ് മാറുന്നത്, ഉയർന്ന ഭാഗ്യം ഉണ്ടാകുന്നത്. ഗീതം: ഭോലാനാഥനേക്കാൾ അനുപമമായ ഓം ശാന്തി. മധുരമധുരമായ കുട്ടികളുടെ അടുക്കൽ ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം വീട്ടിൽ തീർച്ചയായും ഉണ്ടായിരിക്കണം. ഇവരെ, അതായത് ലക്ഷ്മി നാരായണനെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടാകണം. കാരണം ഇത് നിങ്ങളുടെ പഠനത്തിൻ്റെ എയിം ഒബ്ജക്റ്റാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ സ്റ്റുഡൻസ് ആണ്. ഈശ്വരൻ പഠിപ്പിക്കുന്നു. ഈശ്വരീയ സ്റ്റുഡൻറ് അഥവാ വിദ്യാർത്ഥിയാണ്. നമ്മൾ ഇത് പഠിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയുള്ള ഒരേ ഒരു ഉദ്ദേശമാണ് ഇത്. ഇത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടാകേണ്ടതാണ്. ഗീതവും കുട്ടികൾ കേട്ടു. വളരെ ഭോലാനാഥനാണ്. ചിലർ ശങ്കറിനെ ഭോലാനാഥനായി മനസ്സിലാക്കുന്നു. പിന്നെ ശിവനെയും ശങ്കറിനെയും ഒന്നാക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ശിവൻ ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. ശങ്കർ ദേവതയാണ്. പിന്നെ രണ്ടുപേരും എങ്ങനെ ഒന്നാകുവാൻ കഴിയും? ഇതും ഗീതത്തിൽ കേട്ടു. ഭക്തരെ രക്ഷിക്കുന്നവൻ എന്ന്. തീർച്ചയായും ഭക്തർക്ക് എന്തെങ്കിലും ആപത്തുകളുണ്ട്. 5 വികാരങ്ങളുടെ ആപത്തുകൾ സർവരുടെയും മേലുണ്ട്. എല്ലാവരും ഭക്തരുമാണ്. ജ്ഞാനി എന്നാരെയും പറയുവാൻ സാധിക്കില്ല. ജ്ഞാനവും ഭക്തിയും തികച്ചും വേറെ കാര്യങ്ങളാണ്. ശിവനും ശങ്കറും വേറെ ആയതുപോലെ ജ്ഞാനം ലഭിക്കുമ്പോൾ പിന്നെ ഭക്തി ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങൾ സുഖധാമത്തിന്റെ അധികാരിയാകുന്നു. പകുതി കൽപ്പത്തേക്ക് സദ്ഗതി ലഭിക്കുന്നു. ഒരേ ഒരു സൂചനയിലൂടെ നിങ്ങൾ പകുതി കൽപ്പത്തേക്കുള്ള സമ്പത്ത് നേടുന്നു. ഭക്തർക്ക് എത്ര പ്രയാസങ്ങളാണുള്ളത് എന്ന് കാണുന്നുണ്ട്. ജ്ഞാനത്തിലൂടെ നിങ്ങൾ ദേവതയായി മാറുന്നു. പിന്നെ ഭക്തരുടെ തിരക്കുണ്ടാകുമ്പോൾ, അതായത് ദുഃഖമുണ്ടാകുമ്പോൾ ബാബ വരുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഡ്രാമ അനുസരിച്ച് എന്താണോ പാസ്റ്റ് ആയത് അത് വീണ്ടും റിപ്പീറ്റ് ആകണം. പിന്നെ ഭക്തി ആരംഭിക്കുന്നു. അപ്പോൾ വാമമാർഗം ആരംഭിക്കുന്നു, അതായത് പതീതമാകുന്നതിൻ്റെ മാർഗം. അതിലും നമ്പർ 1 ആണ് കാമം. അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കാമത്തിന്റെ മേൽ ജയം നേടുന്നതിലൂടെ നിങ്ങൾ ജഗത് ജീത്താകും എന്ന്. അവരാരും ജയം നേടുന്നില്ല. രാവണ രാജ്യത്തിൽ വികാരമില്ലാതെ ആരുടെയും ശരീരം ജനിക്കുന്നില്ല. സത്യയുഗത്തിൽ രാവണ രാജ്യം ഉണ്ടായിരിക്കുന്നില്ല. അവിടെയും അഥവാ രാവണൻ ഉണ്ടായിരിക്കുന്നുവെങ്കിൽ പിന്നെ ഭഗവാൻ രാമരാജ്യം സ്ഥാപിച്ചിട്ട് എന്ത് ചെയ്തു? ബാബയ്ക്ക് എത്ര ചിന്ത ഉണ്ടായിരിക്കുന്നു. എൻ്റെ കുട്ടികൾ സുഖമുള്ളവരായിരിക്കട്ടെ. ധനം ശേഖരിച്ച് കുട്ടികൾക്ക് നൽകുന്നു സുഖമായിരിക്കാൻ. എന്നാൽ ഇവിടെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല. ഇത് ദുഃഖത്തിൻ്റെ ലോകം തന്നെയാണ്. ഈ പരിധിയില്ലാത്ത ബാബ പറയുന്നു, നിങ്ങൾ അവിടെ ജന്മജന്മാന്തരങ്ങളായി സുഖം അനുഭവിച്ചു വരും. അളവറ്റ ധനം ലഭിക്കുന്നു. 21 ജന്മം
അവിടെ ഒരു ദുഃഖവും ഉണ്ടാകില്ല, നിർധനരുമാകില്ല. ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിയിൽ ധാരണ ചെയ്ത് വളരെയധികം ആന്തരികമായ സന്തോഷത്തിലിരിക്കേണ്ടതാണ്. നിങ്ങളുടെ ജ്ഞാനവും യോഗവും മുഴുവൻ ഗുപ്തമാണ്. സ്ഥൂലമായ ആയുധങ്ങളോ മറ്റോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇതാണ് ജ്ഞാനത്തിന്റെ വാൾ. അവർ പിന്നെ സ്ഥൂലമായ ആയുധങ്ങൾ അടയാളങ്ങളായി ദേവിമാർക്ക് നൽകിയിട്ടുണ്ട്. ശാസ്ത്രങ്ങളും മറ്റും പഠിക്കുന്നവർ ഒരിക്കലും പറയുകയില്ല, ഈ ജ്ഞാനം വാളാണ്, ഈ ജ്ഞാനം ഖഡ്ഗമാണ് എന്ന്. ഇത് പരിധിയില്ലാത്ത ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. അവർ മനസ്സിലാക്കുന്നു, ശക്തി സേന ജയം നേടിയിരിക്കെ തീർച്ചയായും ഏതെങ്കിലും ആയുധമുണ്ടാകും എന്ന്. ബാബ വന്ന് ഈ തെറ്റുകളെല്ലാം പറഞ്ഞു തരുന്നു. നിങ്ങളുടെ ഈ കാര്യം വളരെയധികം മനുഷ്യർ കേൾക്കും. വിദ്വാൻമാരും മറ്റും ഒരു ദിവസം വരും. പരിധിയില്ലാത്ത പിതാവാണല്ലോ. കുട്ടികളായ നിങ്ങൾക്ക് ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നതിലാണ് മംഗളമുള്ളത്. അപ്പോഴാണ് ദേഹാഭിമാനം മാറുന്നത്. അതിനാൽ ധനികരായവർ വരുന്നില്ല. ബാബ പറയുന്നു, ദേഹ അഹങ്കാരം ഉപേക്ഷിക്കൂ. നല്ല വസ്ത്രങ്ങളുടെയും മറ്റും ലഹരി ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ വനവാസത്തിലാണല്ലോ. ഇപ്പോൾ അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ നിങ്ങളെ വളരെയധികം ആഭരണങ്ങൾ അണിയിക്കും. ഇവിടെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കേണ്ടതില്ല. ബാബ പറയുന്നു, തികച്ചും സാധാരണമായി ഇരിക്കണം. ഏതുപോലെയാണോ ഞാൻ കർമ്മം ചെയ്യുന്നത്, കുട്ടികളും സാധാരണമായിരിക്കണം. ഇല്ലെങ്കിൽ ദേഹത്തിന്റെ അഭിമാനം വന്നു പോകുന്നു. ഇതെല്ലാം വളരെ നഷ്ടം വരുത്തുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ നമുക്ക് വളരെയധികം ആഭരണങ്ങൾ ലഭിക്കും. ഇവിടെ നിങ്ങൾ ആഭരണങ്ങളും മറ്റും അണിയേണ്ടതില്ല. ഇക്കാലത്ത് മോഷണവും മറ്റും എത്രയാണ് നടക്കുന്നത്. വഴിയിൽ വെച്ച് തന്നെ കൊള്ളക്കാർ കൊള്ളയടിക്കുന്നു. ദിനം പ്രതിദിനം ഈ കോലാഹലങ്ങളും മറ്റും കൂടുതൽ വർദ്ധിച്ചു വരും. അതിനാൽ ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ ബാബയെ മറന്നുപോകും. ഈ പ്രയത്നം ഇപ്പോൾ തന്നെയാണ് ലഭിക്കുന്നത്. പിന്നീട് ഒരിക്കലും ഭക്തി മാർഗത്തിൽ ഈ പ്രയത്നം ലഭിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. നിങ്ങൾക്കറിയാം, ബാബ വരുന്നത് തന്നെ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. യുദ്ധവും തീർച്ചയായും ഉണ്ടാകും. അറ്റോമിക് ബോംബ്സും മറ്റും വളരെയധികം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് അവസാനിപ്പിച്ചുവെങ്കിൽ എന്ന് എത്ര തന്നെ പരിശ്രമിച്ചാലും അങ്ങനെ ഉണ്ടാവുക സാധ്യമല്ല. ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. മനസ്സിലാക്കിച്ചു കൊടുത്താലും മനസ്സിലാക്കുകയില്ല. മൃത്യു ഉണ്ടാവുക തന്നെ വേണം. അപ്പോൾ എങ്ങനെ അവസാനിക്കുവാനാണ്? മനസ്സിലാക്കുന്നുമുണ്ട്, എന്നിട്ടും അവസാനിപ്പിക്കുവാൻ കഴിയുന്നില്ല. ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. യാദവരും കൗരവരും ഇല്ലാതാവുക തന്നെ വേണം. യാദവരാണ് യൂറോപ്പ് വാസികൾ. അവരുടേതാണ് സയൻസിന്റെ ഗർവ്. അതിലൂടെ വിനാശമുണ്ടാകുന്നു. പിന്നീട് സൈലൻസിന്റെ ഗർവിന്റെ ജയമുണ്ടാകുന്നു. നിങ്ങളെ ശാന്തിയുടെ ഗർവിലിരിക്കുന്നത്, അതായത് ശാന്ത സ്വരൂപമായി ഇരിക്കുന്നത് പഠിപ്പിക്കുന്നു. ബാബയെ ഓർമ്മിക്കൂ. ഡെഡ് സൈലൻസ്. ഞാൻ ആത്മാവ് ശരീരത്തിൽ നിന്നും വേറിട്ടതാണ്. ശരീരം ഉപേക്ഷിക്കുന്നതിനു വേണ്ടി എങ്ങനെയാണോ നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നത്, അതുപോലെ ഒരിക്കലും ആരും ശരീരം ഉപേക്ഷിക്കുന്നതിനായി പുരുഷാർത്ഥം ചെയ്യുന്നുണ്ടോ? മുഴുവൻ ലോകത്തിലും അന്വേഷിച്ചിട്ട് വരൂ. ഇങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഹേ ആത്മാ, ഇപ്പോൾ നിങ്ങൾക്ക് ശരീരം ഉപേക്ഷിച്ചു പോകണം എന്ന്. പവിത്രമാകൂ. ഇല്ലെങ്കിൽ പിന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ശിക്ഷ അനുഭവിക്കുന്നത് ആരാണ്? ആത്മാവ്.
ആ സമയം സാക്ഷാത്കാരം ഉണ്ടാകുന്നു. നിങ്ങൾ ഇന്ന ഇന്ന പാപം ചെയ്തു, ശിക്ഷ അനുഭവിച്ചുകൊള്ളൂ. ആ സമയം ഫീൽ ചെയ്യുന്നു. ജന്മജന്മാന്തരങ്ങളുടെ ശിക്ഷ ലഭിക്കുകയാണ് എന്നതുപോലെ. ഇത്രയും ദുഃഖം അനുഭവിക്കണം. ബാക്കി സുഖത്തിന്റെ ബാലൻസ് എന്താണ് അവശേഷിക്കുന്നത്? ബാബ പറയുന്നു, ഇപ്പോൾ യാതൊരു പാപകർമ്മവും ചെയ്യരുത്. തന്റെ രജിസ്റ്റർ വയ്ക്കൂ. ഓരോ സ്കൂളിലും പെരുമാറ്റ രീതിയുടെ രജിസ്റ്റർ വെക്കുമല്ലോ. എഡ്യൂക്കേഷൻ മിനിസ്റ്ററും പറയും, ഭാരതത്തിന്റെ ക്യാരക്ടർ ശരിയല്ല എന്ന്. പറയൂ, നമ്മൾ ഈ ലക്ഷ്മി നാരായണനെ പോലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുകയാണ്. ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രമാണെങ്കിൽ സദാ കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതാണ് എയിം ഓബ്ജക്റ്റ്. നമ്മൾ ഇങ്ങനെയാകുന്നു. ഈ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന നമ്മൾ ശ്രീമത്തനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ പെരുമാറ്റത്തെ നന്നാക്കുന്നു. ഇവിടെ നിങ്ങളുടെ കച്ചേരിയും കൂടുന്നു. എല്ലാ സെന്റേഴ്സിലും കുട്ടികൾ കച്ചേരി കൂടണം. ദിവസവും പറയൂ, ചാർട്ട് വയ്ക്കൂ, എങ്കിൽ പുരോഗതി ഉണ്ടാകും. ആരുടെയെങ്കിലും ഭാഗ്യത്തിൽ ഇല്ലെങ്കിൽ പിന്നെ അലസത കാണിക്കുന്നു. ചാർട്ട് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ 84ന്റെ ചക്രത്തെ അറിയുന്നതിലൂടെ തന്നെയാണ് ചക്രവർത്തി രാജാവായി മാറുന്നത്. എത്ര സഹജമാണ്. പിന്നെ പവിത്രവുമാകണം. ഓർമ്മയുടെ യാത്രയുടെ ചാർട്ട് വയ്ക്കൂ. ഇതിൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടമുണ്ട്. നോട്ട്ബുക്ക് വെച്ചില്ലെങ്കിൽ മനസ്സിലാക്കൂ, ബാബയെ ഓർമ്മിച്ചില്ല. നോട്ട്ബുക്ക് സദാ കയ്യിൽ വയ്ക്കൂ. തന്റെ ചാർട്ട് നോക്കൂ. എത്ര സമയം ബാബയെ ഓർമ്മിച്ചു. ഓർമ്മയില്ലാതെ തുരുമ്പ് മാറുകയില്ല. തുരുമ്പ് ഇളക്കുന്നതിനായി വസ്തുവിനെ മണ്ണെണ്ണയിൽ ഇടാറുണ്ടല്ലോ. കർമ്മം ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിക്കണം. അപ്പോൾ പുരുഷാർത്ഥത്തിന്റെ ഫലം ലഭിക്കും. പ്രയത്നമുണ്ടല്ലോ. വെറുതെ അങ്ങനെ ശിരസിൽ കിരീടം വച്ചു തരികയൊന്നുമില്ല. ബാബ ഇത്രയും ഉയർന്ന പദവിയാണ് നൽകുന്നത്. അല്പം ഒന്ന് പ്രയത്നിക്കണം. ഇതിൽ കയ്യോ കാലോ മറ്റോ ചലിപ്പിക്കേണ്ടതില്ല. പഠനമാണെങ്കിൽ തികച്ചും സഹജമാണ്. ബുദ്ധിയിലുണ്ട്. ശിവബാബയിൽ നിന്നും ബ്രഹ്മാവിലൂടെ നമ്മൾ ഇത് ആയിക്കൊണ്ടിരിക്കുന്നു. എവിടെ പോയാലും ബാഡ്ജ് അണിഞ്ഞിരിക്കണം. പറയൂ, വാസ്തവത്തിൽ കോട്ട് ഓഫ് ആംസ് ഇതാണ്. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വലിയ റോയൽറ്റി ആവശ്യമാണ്. വളരെ മധുരതയോടെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. കോട്ട് ഓഫ് ആംസിനെ കുറിച്ചും മനസ്സിലാക്കിച്ചു കൊടുക്കണം. പ്രീത ബുദ്ധി എന്നും വിപരീത ബുദ്ധി എന്നും ആരെയാണ് പറയുന്നത്? നിങ്ങൾ ബാബയെ അറിയുന്നുണ്ടോ? ലൗകിക പിതാവിനെ ഗോഡ് എന്ന് പറയില്ല. ആ പരിധിയില്ലാത്ത പിതാവ് തന്നെയാണ് പതീത പാവനനും സുഖത്തിന്റെ സാഗരവും. ആ ഒന്നിൽ നിന്നും അളവറ്റ സുഖം ലഭിക്കുന്നു. അജ്ഞാന കാലത്തിൽ മനസ്സിലാക്കുന്നു, മാതാപിതാക്കൾ സുഖം നൽകുന്നു എന്ന്. അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്ക് അയക്കുന്നു. ഇപ്പോൾ നിങ്ങളുടേത് പരിധിയില്ലാത്ത അമ്മായി അച്ഛൻ്റെ വീടാണ്. അത് പരിധിയുള്ളതാണ്. ആ മാതാപിതാക്കൾ കൂടിയാൽ 5-7 ലക്ഷം കോടി കൊടുക്കും. നിങ്ങൾക്കാണെങ്കിൽ ബാബ പേര് വച്ചിരിക്കുന്നത് പദമാപദംപതിയാകുന്ന കുട്ടികൾ എന്നാണ്. അവിടെയാണെങ്കിൽ ധനത്തിന്റെ കാര്യം തന്നെയില്ല. എല്ലാം ലഭിക്കുന്നു. വലിയ നല്ല നല്ല കൊട്ടാരങ്ങൾ ഉണ്ടായിരിക്കും. ജന്മജന്മാന്തരങ്ങളിലേക്കായി നിങ്ങൾക്ക് കൊട്ടാരം ലഭിക്കുന്നു. സുദാമയുടെ ഉദാഹരണമുണ്ടല്ലോ. ഒരു പിടി അരി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതും കൊണ്ടുവരുന്നു. ഇപ്പോൾ ഉണങ്ങിയ അരി ഭക്ഷിക്കുകയില്ല. അതിനാൽ അതിൻ്റെ കൂടെ കുറച്ച് മസാലയും മറ്റും കൊണ്ടുവരുന്നു. എത്ര സ്നേഹത്തോടെയാണ് കൊണ്ടുവരുന്നത്. ബാബയാണെങ്കിൽ നമുക്ക് ജന്മജന്മാന്തരങ്ങളിലേക്ക് നൽകും. അതിനാൽ ദാതാവ് എന്ന് പറയുന്നു. ഭക്തിമാർഗത്തിൽ
നിങ്ങൾ ഈശ്വരാർത്ഥം നൽകുന്നു. അപ്പോൾ അല്പകാലത്തേക്കായി അടുത്ത ജന്മത്തിൽ ലഭിക്കുന്നു. ചിലർ ദരിദ്രർക്ക് നൽകുന്നു, കോളേജ് ഉണ്ടാക്കുന്നു. അപ്പോൾ അടുത്ത ജന്മത്തിൽ പഠനത്തിന്റെ ദാനം ലഭിക്കും. ധർമ്മശാല ഉണ്ടാക്കുന്നു, അപ്പോൾ കെട്ടിടം ലഭിക്കുന്നു. കാരണം ധർമ്മശാലയിൽ ധാരാളം പേർ വന്ന് സുഖം നേടുന്നു. ഇതാണെങ്കിൽ ജന്മാന്തരങ്ങളിലെ കാര്യമാണ്. നിങ്ങൾക്കറിയാം, ശിവ് ബാബയ്ക്ക് എന്ത് നൽകുന്നുവോ അതെല്ലാം നമ്മുടെ കാര്യത്തിൽ തന്നെ വിനിയോഗിക്കുന്നു. ശിവ് ബാബയാണെങ്കിൽ തൻ്റെ അടുക്കൽ വയ്ക്കുന്നില്ല. ഇദ്ദേഹത്തോടും പറഞ്ഞു, സർവ്വതും നൽകൂ, എങ്കിൽ വിശ്വത്തിന്റെ അധികാരിയായി മാറും. വിനാശത്തിന്റെ സാക്ഷാത്കാരവും കാണിച്ചു, രാജപദത്തിന്റെ സാക്ഷാത്കാരവും കാണിച്ചു. ഇത്രമാത്രം ലഹരി കയറി. ബാബ എന്നെ വിശ്വത്തിന്റെ അധികാരിയാക്കുന്നു. ഗീതയിലുമുണ്ട്, അർജുനന് സാക്ഷാത്കാരം കാണിച്ചു കൊടുത്തു. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ ഇതാകും. വിനാശത്തിന്റെയും സ്ഥാപനയുടെയും സാക്ഷാത്കാരം കാണിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിനും തുടക്കത്തിൽ സന്തോഷത്തിന്റെ രസം കയറി. ഡ്രാമയിൽ ഈ പാർട്ടുണ്ടായിരുന്നു. ഭാഗീരഥനെയും ആരും അറിയുന്നില്ല. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഈ എയിം ഓബ്ജക്റ്റ് ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ഇതാകുന്നു. എത്ര പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. ഫോളോ ഫാദർ എന്ന് പാടുന്നു. ഈ സമയത്തിന്റെ കാര്യമാണ്. പരിധിയില്ലാത്ത ബാബ പറയുന്നു, ഞാൻ ഏതൊരു നിർദ്ദേശം നൽകുന്നുവോ അതിനെ ഫോളോ ചെയ്യൂ. ഇദ്ദേഹം എന്തു ചെയ്തു അതും പറഞ്ഞു തരുന്നു. ആ ഒന്നിനെ കരാറുകാരൻ, രത്നാകരൻ, മാന്ത്രികൻ എന്ന് പറയുന്നുവല്ലോ. ബാബ പെട്ടെന്ന് തന്നെ എല്ലാം ഉപേക്ഷിച്ചു. ആദ്യം ആ രത്നങ്ങളുടെ വ്യാപാരിയായിരുന്നു. ഇപ്പോൾ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ വ്യാപാരിയായി. ഹെല്ലിനെ ഹെവൻ ആക്കുക എത്ര വലിയ ഇന്ദ്രജാലമാണ്. പിന്നെ കരാറുകാരനുമാണ്. കുട്ടികൾക്ക് എത്ര നല്ല കരാറ് നൽകുന്നു. പാഴ് വസ്തുക്കളും ഒരു പിടി അരിയും വാങ്ങി കൊട്ടാരം നൽകുന്നു. എത്ര നല്ല സമ്പാദ്യം ചെയ്യിക്കുന്നവനാണ്. രത്ന വ്യാപാരത്തിലും ഇങ്ങനെയുണ്ട്. ഏതെങ്കിലും അമേരിക്കൻ കസ്റ്റമർ വരികയാണെങ്കിൽ അയാളിൽ നിന്നും 100-ന്റെ സാധനത്തിന് 500-ഉം 1000-ഉം വാങ്ങും. അവരിൽ നിന്നും ധാരാളം പൈസ വാങ്ങുന്നു. നിങ്ങളുടെ പക്കലാണെങ്കിൽ ഏറ്റവും പഴയ വസ്തുവാണുള്ളത്, പ്രാചീന യോഗം. നിങ്ങൾക്ക് ഇപ്പോൾ ഭോലാനാഥനായ ബാബയെ ലഭിച്ചിരിക്കുന്നു. എത്ര ഭോലായാണ്, അതായത് നിഷ്കളങ്കനാണ്. നിങ്ങളെ എന്താക്കി മാറ്റുന്നു? പാഴ് വസ്തുക്കൾക്ക് പകരമായി നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് നിങ്ങളെ എന്താക്കി മാറ്റുന്നു? മനുഷ്യർക്ക് ഒന്നും അറിയില്ല. ചിലപ്പോൾ പറയും ഭോലാനാഥൻ ഇത് ചെയ്തു, ചിലപ്പോൾ പറയും അമ്പ ചെയ്തു, ഗുരു ചെയ്തു. ഇവിടെയാണെങ്കിൽ പഠനമാണ്. നിങ്ങൾ ഈശ്വരീയ പാഠശാലയിൽ ഇരിക്കുന്നു. ഈശ്വരീയ പാഠശാല എന്ന് പറയുന്നത് ഗീതയെ ആണ്. ഗീതയിലാണ് ഭഗവാൻ വാച ഉള്ളത്. എന്നാൽ ഭഗവാൻ എന്ന് ആരെയാണ് പറയുന്നത് എന്നതും ആർക്കും അറിയില്ല. ആരോടെങ്കിലും ചോദിക്കൂ, പരംപിത പരമാത്മാവിനെ അറിയുന്നുണ്ടോ എന്ന്. ബാബ പൂന്തോട്ടക്കാരനാണ്. നിങ്ങളെ മുള്ളിൽ നിന്നും പുഷ്പമാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെ ഗാർഡൻ ഓഫ് അള്ളാഹ് എന്ന് പറയുന്നു. യൂറോപ്യൻസും പാരഡൈസ് എന്ന് പറയുന്നു. തീർച്ചയായും ഭാരതം ദൈവസ്ഥാനമായിരുന്നു, ഇപ്പോൾ ശ്മശാനമാണ്. ഇപ്പോൾ പിന്നെ നിങ്ങൾ ദൈവസ്ഥാനത്തിന്റെ അധികാരിയാകുന്നു. ബാബ വന്ന് ഉറങ്ങിപ്പോയവരെ ഉണർത്തുന്നു. ഇതും നിങ്ങൾക്കറിയാം. നമ്പർ 1 പുരുഷാർത്ഥം അനുസരിച്ച് ആര് സ്വയം ഉണരുന്നുവോ പിന്നെ മറ്റുള്ളവരെയും ഉണർത്തുന്നു. ഉണരുന്നില്ലെങ്കിൽ പിന്നെ സ്വയം ഉണർന്നിട്ടില്ലാത്തതുപോലെയാണ്. എപ്പോഴാണോ നിങ്ങൾ അസന്തുഷ്ടമാകുന്നത് അപ്പോൾ ഈ ഗീതം വയ്ക്കൂ, എങ്കിൽ സന്തോഷത്തിൽ വരും.
ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഈ ഗീതങ്ങൾ ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ചില ഗീതം വളരെ നല്ലതാണ്. എപ്പോഴാണോ നിങ്ങൾ അസന്തുഷ്ടമാകുന്നത്, അപ്പോൾ ഈ ഗീതം വയ്ക്കൂ, എങ്കിൽ സന്തോഷത്തിൽ വരും. രാത്രിയിലെ യാത്രക്കാരാ ക്ഷീണിച്ചു പോകരുത് എന്നതും നല്ലതാണ്. ഇപ്പോൾ രാത്രി പൂർത്തിയാകുന്നു. മനുഷ്യർ മനസ്സിലാക്കുന്നു, എത്രത്തോളം ഭക്തി ചെയ്യുമോ അത്രയും വേഗത്തിൽ ഭഗവാനെ ലഭിക്കും എന്ന്. ഹനുമാന്റെയും മറ്റും സാക്ഷാത്കാരമുണ്ടായെങ്കിൽ ഭഗവാനെ ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ബാബ പറയുന്നു, ഈ സാക്ഷാത്കാരം എല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. എന്ത് ഭാവന വയ്ക്കുന്നുവോ അതിന്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ബാക്കി അങ്ങനെ ആരും ഉണ്ടായിരിക്കുന്നില്ല. ബാബ പറഞ്ഞിട്ടുണ്ട്, ഈ ബാഡ്ജ് എല്ലാവരും സദാ അണിഞ്ഞിരിക്കണം. പല പ്രകാരത്തിലേത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വളരെ നല്ലതാണ്. നിങ്ങൾ ആത്മീയ മിലിറ്ററി ആണല്ലോ. മിലിറ്ററിക്ക് എപ്പോഴും അടയാളമുണ്ടായിരിക്കും. കുട്ടികളായ നിങ്ങൾക്കും ഇത് ഉണ്ടായിരിക്കുന്നതിലൂടെ ലഹരി ഉണ്ടായിരിക്കും. നമ്മൾ ഇത് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സ്റ്റുഡൻ്റ് ആണ്. ബാബ നമ്മളെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യർ ദേവതമാരുടെ പൂജ ചെയ്യുന്നു. ദേവതമാർ ദേവതയുടെ പൂജ ചെയ്യുകയില്ല. ഇവിടെ മനുഷ്യർ ദേവതമാരുടെ പൂജ ചെയ്യുന്നു, കാരണം അവർ ശ്രേഷ്ഠമാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബുദ്ധിയിൽ സദാ തൻ്റെ എയിം ഓബ്ജക്റ്റ് ഓർമ്മ വയ്ക്കണം. ലക്ഷ്മി നാരായണന്റെ ചിത്രം സദാ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സന്തോഷത്തിലിരിക്കൂ. നമ്മൾ ഇങ്ങനെ ആകുന്നതിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഗോഡ്ലി സ്റ്റുഡൻ്റ് ആണ്. തൻ്റെ പഴയ പാഴ്വസ്തുക്കളും ഒരു പിടി അരിയും നൽകി കൊട്ടാരം നേടണം. ബ്രഹ്മബാബയെ ഫോളോ ചെയ്ത് അവിനാശി ജ്ഞാനരത്നങ്ങളുടെ രത്നവ്യാപാരി ആകണം. വരദാനം: നിശ്ചയത്തിൻ്റെ ആധാരത്തിൽ വിജയീ രത്നം ആയി സർവരെ പ്രതിയും മാസ്റ്റർ ആശ്രയദാതാവായി ഭവിക്കട്ടെ. നിശ്ചയബുദ്ധിയായ കുട്ടികൾ വിജയി ആയത് കാരണം സദാ സന്തോഷത്തിൽ നൃത്തമാടുന്നു. അവർ തൻ്റെ വിജയത്തെ വർണ്ണിക്കുകയല്ല ചെയ്യുന്നത്, എന്നാൽ വിജയി ആയത് കാരണം അവർ മറ്റുള്ളവരുടെയും ധൈര്യം വർദ്ധിപ്പിക്കുന്നു. ആരെയും താഴ്ത്തി കാണിക്കുവാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ ബാബയ്ക്ക് സമാനം മാസ്റ്റർ ആശ്രയദാതാവ് ആകുന്നു. അതായത് താഴെ നിന്നും ഉയരങ്ങളിൽ ഉയർത്തുന്നു. വ്യർത്ഥത്തിൽ നിന്നും സദാ അകന്നിരിക്കുന്നു. വ്യർത്ഥത്തിൽ നിന്നും അകന്നു മാറുന്നത് തന്നെയാണ് വിജയി ആവുക എന്നത്. ഇങ്ങനെയുള്ള വിജയിയായ കുട്ടികൾ സർവർക്ക് വേണ്ടിയും മാസ്റ്റർ ആശ്രയദാതാവായി മാറുന്നു. സ്ലോഗൻ: നിസ്വാർത്ഥവും നിർവികൽപവുമായ സ്ഥിതിയിൽ കൂടി സേവനം ചെയ്യുന്നവർ തന്നെയാണ് സഫലതാമൂർത്തി. അവ്യക്ത സൂചന: സ്വയവും സർവരെ പ്രതിയും മനസ്സിലൂടെ യോഗത്തിൻ്റെ ശക്തികളുടെ പ്രയോഗം ചെയ്യൂ. യോഗത്തിൻ്റെ പ്രയോഗം ചെയ്യുന്നതിനായി ദൃഷ്ടിയിലും വൃത്തിയിലും പവിത്രതയ്ക്ക് കൂടുതൽ അണ്ടർലൈൻ ചെയ്യൂ. മുഖ്യ ഫൗണ്ടേഷനായ തൻ്റെ സങ്കല്പത്തെ ശുദ്ധവും ജ്ഞാനസ്വരൂപവും ശക്തി സ്വരൂപവുമാക്കൂ. ആര് എത്ര തന്നെ അലഞ്ഞു തിരിയുന്നവർ ആയാലും പരവശമായാലും ദുഃഖത്തിൻ്റെ അലകളിൽ വന്നാലും സന്തോഷത്തിലിരിക്കുന്നത് അസംഭവ്യമാണെന്ന് കരുതിയാലും താങ്കളുടെ മുന്നിൽ വരുമ്പോൾ തന്നെ താങ്കളുടെ മൂർത്തി, താങ്കളുടെ വൃത്തി, താങ്കളുടെ ദൃഷ്ടി ആത്മാവിനെ പരിവർത്തനപ്പെടുത്തണം. ഇതുതന്നെയാണ് യോഗത്തിൻ്റെ പ്രയോഗം. ഓം ശാന്തി.
പുരിക മധ്യത്തിൽ നക്ഷത്ര സമാനം പ്രകാശിക്കുന്ന ആത്മസ്വരൂപം എത്ര ദിവ്യമാണ്, എത്ര അലൗകികമാണ്. ശാന്തി നിർഭരമായ ഈ ആത്മസ്വരൂപ അവസ്ഥ അചഞ്ചലമായ സ്ഥിതി കൈവരുത്തുന്നു. ഈ ആത്മസ്വരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശിവബാബയുടെ സ്നേഹഭരിതമായ ഓർമ്മ എന്നിൽ ഉദയം ചെയ്യുന്നു. ഈ സ്നേഹനിർഭരമായ ഓർമ്മ എൻ്റെ ബോധതലത്തെ ദൃശ്യ പ്രപഞ്ചത്തിൽ നിന്നും മാറ്റി പരമധാമത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. സർവത്ര ശാന്തതയും അതിമധുരമായ നിശബ്ദതയും നിറഞ്ഞ ഈ പരമധാമത്തിൽ എൻ്റെ മനസ്സ് പരംപിതാ പരമാത്മാവിൽ ധ്യാനനിരതമാകുന്നു. മംഗളരൂപിയായ പരമാത്മാവിൻ്റെ സ്മൃതിയുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ഉള്ളിൽ അതിരില്ലാത്ത ആനന്ദം ഉദയം ചെയ്യുന്നു. പരമാത്മാ സ്മൃതിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുമ്പോൾ ചിത്തത്തിലെ സർവ മായാസങ്കൽപ്പങ്ങൾ, വികൽപ്പങ്ങൾ ഇവയുടെ ഇരുൾ മാറുന്നു. പൂർവജന്മ വികർമ്മങ്ങളും കർമ്മബന്ധനങ്ങളും ഇല്ലാതാകുന്നു. ചിത്തം പ്രകാശമാനമാകുന്നു. എൻ്റെ അത്യന്തം നിർമ്മലമായ സ്വരൂപം ഉദയം ചെയ്യുന്നു. ആത്മസന്തോഷത്തിൻ്റെയും ആത്മസംതൃപ്തിയുടെയും ഈ അവസ്ഥ നിലനിർത്തി ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു.